നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിലെ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. ടു ഫ്രീ ourselves ഫ്രം ആംഗർ we should think ourselves to be polite and humble. Nay, we should try to make ourselves such that the same color enters each and every part of the body. A cool and calm disposition alone is required for spirituality. The heart is so tender that it begins to droop even by the slightest circulation of wind. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഓരോ പാർട്ടും ഓരോ അണുവും ഒരേ രീതിയിലായി മാറും, ഹാർമണിയിലായി മാറണം. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതം ശരീരം ക്ഷേത്രം എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. ശരീരം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഫിസിക്കൽ ബോഡി നമുക്കറിയില്ല. നമ്മുടെ ബോഡിയുടെ എത്രയോ ചെറിയ ശതമാനം ശരിക്കും നമ്മൾ കണ്ടിട്ട് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് നമ്മൾ കണ്ടിട്ടില്ല. അത് പുസ്തകം വായിച്ചിട്ട് മനസ്സിലാവണം അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ഹൃദയം റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കുറെ വയസ്സായിട്ടാണ് മനസ്സിലാവും. അതുവരെ അറിയില്ലേ. അപ്പൊ നമ്മുടെ ചില കാര്യങ്ങൾ പുറകിൽ വലിയ മുറിവൊക്കെ ഉണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ട് വേദന ഇല്ലെങ്കിൽ അറിയില്ല. കാലിന്റെ അടിയിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയൊക്കെ വരുമ്പോൾ വലിയ തോളയൊക്കെ വന്നിട്ടുണ്ടാവും, എല്ലൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്മെല്ല് വരുമ്പോൾ മനസ്സിലാവും എന്റെ കാലിൽ നിന്ന് അത് വരുന്നത്. നമ്മുടെ വായയുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല. മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അനുഭവിക്കുന്നത്, ഗന്ധം ഉണ്ടോ നമുക്കറിയില്ല. നമുക്ക് നമ്മളെ പറ്റി അറിയില്ല, നമ്മുടെ ശരീരത്തെ കുറിച്ച്. ഇത്രയും അറിവില്ലാത്ത നമ്മൾ ലോകത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആദ്യം നമ്മൾ നമ്മുടെ ശരീരത്തെ
ഗ്രാറ്റിറ്റ്യൂഡ് കാണണം. എന്നിട്ട് അതിലെ ഓരോ ഭാഗത്തിലും സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഓരോ ഭാഗവും ആ സ്നേഹത്തിന്റെ ഫീലിംഗിൽ നിറയണം. ഫീലിങ്സ് ശരീരത്തിന്റെ തലത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സ് എന്നുള്ളത് അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു. ആ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ശരീരത്തിലൂടെ, വാക്കുകളിലൂടെയും ശരീരത്തിലൂടെയും. കുറെ കാലം നമ്മൾ അത് തന്നെ എക്സ്പ്രസ് ചെയ്ത് ശരീരത്തിന്റെ ഒരു ടെൻഡൻസി വന്നു ചെയ്യും. ശരീരം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. നമ്മൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗം പ്രധാനമാവുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് പ്രധാനമല്ല. വിരലിൽ മുറി വന്നാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിൽ വേറെ എന്ത് സംഭവിച്ചാലും ഈ മുറി ഉണങ്ങാതെ എനിക്കൊരു സമാധാനമില്ല. ഒരു പല്ല് വേദനിച്ചാൽ അതുവരെ അതിന് പ്രാധാന്യമില്ല. അങ്ങനെയാണ് നമ്മൾ ശരീരത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരീരത്തെ എല്ലാ പോറിനെയും മനസ്സിലാക്കിയിട്ട് സ്നേഹം കൊണ്ട് നിറയ്ക്കുക. ഈ ശരീരമാണ് ശരിക്കും നമ്മുടെ എക്സ്പ്രഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ശരീരമാണ്. ഈ ശരീരത്തിലുള്ള ഹോർമോൺസ്, ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഹോർമോൺസ്, ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാത്ത കാര്യമാണ്. അത് രണ്ടും നമ്മുടെ ഇമോഷൻസ് അനുസരിച്ചിട്ടും നമ്മുടെ സ്ട്രെസ്സിനനുസരിച്ചിട്ടും ബാലൻസ് കണ്ടീഷൻ അനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോധം തലത്തിൽ പ്രവർത്തിക്കുന്ന, കോൺഷ്യസ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഏരിയ. നമുക്ക് കോൺഷ്യസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ച് സംസാരിക്കാൻ സാധിക്കും. അത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ക്രമേണ അത് ഹാബിറ്റായി കഴിഞ്ഞാൽ ബോധപൂർവം നമ്മളൊരു സിറ്റുവേഷന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട്, ലാലാജി മഹാരാജ് പറയുന്ന കാര്യങ്ങൾ അതാണ്, ഇൻസ്ട്രക്ട് ചെയ്യുന്ന അതാണ്. ആ ഡിവൈൻ കറൻസ് ഉള്ളിലൂടെ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന പോലെ നമ്മുടെ ചിന്ത അതുപോലെയാണ്, വാക്കുകൾ അതുപോലെയാണ്. ഇത് രണ്ടും നമ്മുടെ കൺട്രോളിലാണ്. നമ്മൾ അതും ഈ തരത്തില് ഫീലിങ്സിന്റെ ബോഡിയുടെ തലത്തിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് പറയണം എന്നുള്ളത് കൂടി നമ്മൾ ഓട്ടോണോമിക് ആക്കി മാറ്റിക്കുക, ടെൻഡൻസീസ് ആക്കി മാറ്റിക്കുക. നമുക്ക് കൺട്രോളുള്ള ഭാഗം നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. എന്നിട്ട് ശരീരത്തിനെ ബ്യൂട്ടിഫൈ ചെയ്യുന്നു, ലോകം നന്നാക്കാൻ ശ്രമിക്കുന്നു. അവിടേക്കും നമുക്ക് ശരിക്കും റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഭാഗം ചിന്തയാണ് ഫസ്റ്റ്. അത് ധ്യാനത്തിലൂടെ നമ്മൾ കൂടുതൽ 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 ഷാർപ്പാക്കണം. അതിനെ ഹെൽപ്പ് ചെയ്യാനാണ് ശുദ്ധീകരണം. നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ടെൻഡൻസീസിനെ എടുത്തു കളയാനായിട്ട് നമ്മൾ സൃഷ്ടിച്ച അജ്ഞത നമ്മൾ ശുദ്ധീകരിച്ച് കളയാം. ഇത് നമ്മുടെ കയ്യിലാണ്. അവിടെയാണ് വിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഡയറക്ഷൻസ് തുടങ്ങുന്നത് ചിന്തകളിൽ നിന്നാണ്. അതാണ് സോ എ തോട്ട്. നിങ്ങൾ ഒരു ചിന്ത വിതയ്ക്കുമ്പോൾ ആ ചിന്തകളിൽ നിന്നാണ് വാക്കുകൾ ഉണ്ടാവും, ആ വാക്കുകളിൽ നിന്നാണ് പ്രവർത്തികൾ ഉണ്ടാവും. അപ്പോൾ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത് ചിന്തയിൽ നിന്നാണ്. എല്ലാ മഹാത്മാക്കളും പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ചിന്തയാണ്. ആ ചിന്തയിൽ നിന്ന് വാക്കുകളായി മാറുമ്പോൾ നമുക്ക് കൺട്രോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ചിന്തിക്കുന്നത് വാക്കുകളാകുമ്പോൾ വളരെ കെയർഫുൾ ആവും. അതുകൊണ്ടാണ് ലാലാജി മഹാരാജോട് പറഞ്ഞത് നമ്മൾ ഹമ്പിൾ ആണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ, പ്രപഞ്ചത്തിന്റെ മുമ്പിൽ ഞാനൊരു വെറും ഒരു എക്യുപ്മെന്റ് മാത്രം, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. അത് മനസ്സിലാക്കി ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഞാൻ ഇവിടെ തൊടുത്തുവിടുന്ന ചിന്തകളും വാക്കുകളും ഇവിടെ നന്മയാണ് കൊണ്ടുവരുന്നത്, അതോ ഞാൻ എൻ്റെ സ്വാർത്ഥതയാണ് ഇവിടെ വിതറിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ഉള്ളിൽ ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ബാലൻസ് കണ്ടീഷൻ കൊണ്ടുവരണം. അങ്ങനെ ചെയ്ത് 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 വരുമ്പോൾ ഇതുവരെ നമ്മളെ റെഗുലേറ്റ് ചെയ്തിരുന്ന നമ്മൾ അതിന്റെ അടിമകളായിരുന്നു. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഒക്കെ നമ്മുടെ അറിയാതെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ വേറെല്ലാം മറന്നു പോകും. അത് സെക്ഷൽ ഇൻസ്റ്റിങ്സ് അത് വരുമ്പോൾ നമ്മൾ മറന്നു പോകും. എത്രയോ ലോകത്തിൽ ഇപ്പോഴത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം, അതുപോലെ ചിന്താഗതി എല്ലാം നഷ്ടപ്പെട്ടു വന്നു, ആത്മഹത്യ ചെയ്യുന്നു. ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്ലോകങ്ങളാണ്. അറ്റാച്ച്മെന്റ്, നമ്മൾക്ക് ശരീരത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ ശരീരം നമ്മൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ആ പോയ വഴിക്ക് തന്നെ എങ്ങനെയാണോ പശുക്കൾ മുമ്പിൽ പോകുന്നത് അതുപോലെ തന്നെ പിന്നെ പുറകിലെ പശുക്കളും പോകുന്നത്. അപ്പോൾ മനസ്സ് ഈ ടെൻഡൻസീസിന്റെ പുറകെ, ശരീരം നയിക്കുന്ന ഫീലിങ്സ്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ട കാര്യം, തോട്ട് പ്രോസസ്സിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ട കാര്യം, നമ്മൾ ഹയസ്റ്റ് തോട്ട്, സ്നേഹത്തിന്റെ തോട്ട് റെപ്പറ്റേറ്റീവായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ആ രീതിയിൽ വൈബ്രേറ്റ് ചെയ്യണം. ശരീരം തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് വേറൊരു ഹയർ ലെവലിൽ നിന്നായിരിക്കും. ബോഡി ഒരിക്കലും പിന്നെ നമ്മൾ താഴേക്ക് വരില്ല. ബോഡി കോപ്പറേറ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ബോഡിയെ കെയർ ചെയ്യണം. ഇതുവരെയുള്ള പ്രവണതകളിൽ നിന്നും മാറാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. ട്രെയിനിങ് തുടങ്ങേണ്ടത് മനസ്സിൽ നിന്നാണ്. കാരണം ഈ ബോഡിയിലെ ഓരോ കോശങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് മൈൻഡാണ്. അപ്പൊ നമ്മളതിന്റെ കോർ സ്ഥലത്ത് ഇപ്പോൾ തന്നെ പോയിട്ട് പ്രാക്ടീസ് തുടങ്ങും. ഇതാണ് സഹജമാർഗം പഠിപ്പിക്കുന്നത്. അതിനുശേഷം അത് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകൾ, അവിടെയും നമ്മൾ കെയർ ചെയ്യണം. ഇത് രണ്ടും കെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫീലിങ്സും മാറിക്കൊണ്ടിരിക്കും. ഫീലിംഗ് മാറുന്നതോട് കൂടിയിട്ട് നമ്മുടെ ബീയിങ് മാറും. നമ്മൾ ആനിമൽ ബീയിങ് എന്ന് ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറും, അതിന് ഹ്യൂമെയിൻ ബീയിങ് ആയിട്ട് മാറും, ഡിവൈൻ ബീയിങ് ആയിട്ട് മാറും. ഇതെല്ലാം ഒരു ശരീരം തന്നെയാണ്, പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് റെസ്പോൺസ് അത് മാറി 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 വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരിക്കലും നമ്മുടെ ബോഡി ഫ്ലക്ച്വേഷൻസ് നമ്മളെ ബാധിക്കില്ല. ബോഡിയിൽ ഓരോ ചലനങ്ങളും നമ്മൾ അറിയുന്നു, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതവിടെ സംഭവിക്കുന്നു, അതിന് വേണ്ട കെയർ കൊടുക്കുക, നമ്മൾ മുന്നോട്ട് നമ്മുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോവുക. ഈ ഒരു തരത്തിൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവും. ശരീരത്തെ ഇമ്പ്രൂവ് ചെയ്യാനോ ശരീരത്തിന്റെ സൗന്ദര്യം കൂട്ടാനോ മറ്റുള്ളവരെ എന്താ പറയുക ഒരു സ്വാധീനം ചെലുത്താനോ ഇതൊന്നുമല്ല നമ്മുടെ ജോലി. നമ്മളെ ഈ തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. നന്ദി, നമസ്കാരം.